കേരള വിഷൻ ന്യൂസ്, കൊല്ലം. വയനാട് മുട്ടിലിൽ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് 1 വയസ്സുകാരി മരിച്ചു. മുട്ടിൽ കുട്ടമംഗലം അഫ്തറിന്റെ മകൾ റൈഫ ഫാത്തിമയാണ് മരിച്ചത്. വീട്ടിലെ ബാത്റൂമിൽ വെച്ച ബക്കറ്റിൽ കുട്ടി തലകീഴായി വീഴുകയായിരുന്നു. വിവരങ്ങളുമായി ഷിബു ഉണ്ട് വയനാട്ടിൽ നിന്നും. ഷിബു, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? എബി, ഇന്ന് ഉച്ച കഴിഞ്ഞാണ് വളരെ ദാരുണമായ സംഭവം ഉണ്ടായത്. കുട്ടിയെ കുളിപ്പിക്കാനായി ബാത്റൂമിൽ നിർത്തിയതായിരുന്നു. ഈ സമയം ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങിയാണ് കുട്ടി മരിച്ചത്. ഇവർക്ക് 3 ആൺകുട്ടികളും ഈ മരിച്ച കുട്ടിയുമാണ് ഉള്ളത്. 4 കുട്ടികളാണ് ആകെ ഉള്ളത്. 3 ആൺകുട്ടികളെ കൂടാതെ ഏറ്റവും ഇളയതാണ് ഈ വൈഫ എന്ന് പറയുന്ന പെൺകുട്ടി, 1 വയസ്സുകാരിയാണ്. അപ്പോൾ തന്നെ ബക്കറ്റിൽ കുട്ടി മുങ്ങിയ ഉടനെ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. മാന്തോടി അഫ്തറിന്റെ മകളാണ് മരിച്ചത്. കൽപ്പറ്റ നഗരത്തിനടുത്ത് മുട്ടിൽ കുട്ടമംഗലത്താണ് ഇവരുടെ വീട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എബി, ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുണ്ടോ ഷിബു? പോലീസ് ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. ഏതായാലും അപകടമാണെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം. കുട്ടി അബദ്ധത്തിൽ വെള്ളത്തിൽ വീണതാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പോലീസിന്റെ തന്നെ വിവരം ഉള്ളത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മറ്റ് അന്വേഷണ നടപടികളെല്ലാം പോലീസ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നാണ് അറിഞ്ഞത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രിയിൽ നിന്നും മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. ബക്കറ്റിലെ വെള്ളത്തിൽ വീണാണ് പിഞ്ചു കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. വയനാട്ടിലാണ് സംഭവം. വിവരങ്ങൾ നൽകിയത് ഷിബു ആണ് വയനാട്ടിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഏറ്റവും അധികം